ഹലോ ഹായ് പറ. ഹായ് പറടാ. കുഞ്ഞിക്ക് ഹായ് പറടാ. കുഞ്ഞിക്ക് ഹായ് ഒന്നുമില്ല. ഹായ് ഹായ് ടാറ്റ ടാറ്റ പറ. നോക്കുന്നു പോലില്ലല്ലോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നമ്മൾ വ്ളോഗ് എടുക്കുന്നതാണ് കേട്ടോ ഇത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ ഒരു പാർക്ക് പോലെ കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു വ്ളോഗും ഒക്കെ എടുക്കാമെന്ന് ഞങ്ങൾ കരുതി. അങ്ങനെ ഞങ്ങൾ മെല്ലെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ടോബിക്കുട്ടാ ഗായ്സ്, ഇത് നമ്മൾ യാസ്മിൻ വില്ലേജ് ആട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലൊന്ന് വെറുതെ ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇവൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ എടുക്കുന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ പ്ലേ ഗ്രൗണ്ടാണ്. കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഫുട്ബോളും ഒക്കെ കളിക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ ഒന്ന് ഇറങ്ങിയതാണേ. അപ്പം നൈസാണ് ഇവിടെ ഇതിൽ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ മെല്ലെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. നടക്കണോ? അമ്മ ഒരാണ്ട് വെയിറ്റ് ചെയ്യാനോ? അമ്മേൻ്റെ വേണ്ട അമ്മേൻ്റെ. അപ്പോൾ നമ്മുടെ ടോബിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് 1 വർഷമായല്ലേ അല്ലേ ടോബിക്കുട്ട? അപ്പോൾ നമ്മുടെ മെമ്മറീസൊക്കെ പറയാം. അപ്പോൾ ആദ്യം ഇവനുണ്ടായപ്പം അപ്പോൾ ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോയത്? അതെല്ലാം ഓർമ്മയുണ്ട്. ടോബിക്കുട്ടൻ്റെ ഫസ്റ്റ് മെമ്മറി എന്നാ ടോബിക്കുട്ടാ? നിന്നെ എടുത്ത് പിടിച്ചപ്പോൾ നീ എൻ്റെ ചെറുതായിരുന്നു അറിയോ? അതായിരുന്നു ഫസ്റ്റ് മെമ്മറി. എനിക്ക് അറിയത്തില്ല, ഗുഡ് ബേബി ആയിരുന്നു. നമ്മൾ 16th ഹോസ്പിറ്റലിൽ പോയതല്ലേ? 17-ാം തീയതി രാവിലെ പോയി. 18-ാം തീയതി ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, 2 ദിവസം ഉണ്ടായിരുന്നു. 17-ാം തീയതി രാവിലെ നമ്മൾ പോയി. അത് നമ്മൾ നോർമൽ നോക്കി ആയില്ല. പിന്നെ നമ്മൾ 18-ാം തീയതി രാവിലെ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇത് ചെയ്യാന്ന്. അപ്പോൾ ഒരു ദിവസം ഫുള്ളും നമ്മൾ നോക്കി ഈ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. നടന്നില്ല. പാതിരാത്രിക്കല്ലേ നമ്മൾ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കിയത്. എന്നിട്ട് നടന്നില്ല. പിന്നെ 18-ാം തീയതി നമ്മൾ ഉറങ്ങിയില്ല. 18-ാം തീയതി പിന്നെ രാവിലെ ഡോക്ടറോട് പറഞ്ഞു ഇനിയും പെയിൻ വേണ്ട, ഇനി സർജറി മതി. അപ്പോൾ ഒരു ദിവസം നിന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ 2 ദിവസം കിടന്നു കൊച്ചുണ്ടായിട്ട്. 19, 20, 21-ാം തീയതി ഡിസ്ചാർജ് ആയ. ടോട്ടൽ ഇപ്പോൾ 4 ദിവസം. 5-ാമത്തെ ദിവസം ഡിസ്ചാർജ്. മേ ബി 17 ആയിരിക്കും, എനിക്കൊരു ഓർമ്മ കിട്ടില്ല. എന്നിട്ട് ബാക്കി പറ. അത്രേ ഉള്ളൂ. അങ്ങനെ ആദ്യം കൈ കിട്ടിയാൽ നോക്കി എൻ്റെ മുടിയായിരുന്നു, നല്ല മുടിയായിരുന്നു. ഞാനും ശ്രദ്ധിച്ചു. ഞാനും വിചാരിച്ച് മുടി ഒത്തിരി ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മുടി ഇങ്ങനെ പറ്റിയിരിക്കുന്നു പറയുന്നേക്കാം, പറ്റനെ ഇരിക്കുന്നു പറയുന്നേക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി നാരങ്ങ വെള്ളം കുടിച്ചാൽ, അല്ല വിറ്റാമിൻ സി കുടിച്ചു കഴിഞ്ഞാൽ മുടി നല്ല ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതെ നല്ല ഹെയർ ആയിട്ടുണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നല്ല ഹെയർ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു. റഫേൽ ഇവനെ കണ്ടപ്പോൾ കുറെ ചാടി. റഫേലിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുഞ്ഞിപ്പിനെ കാണാൻ. അല്ലേടാ കുഞ്ഞിപ്പി? ആദ്യത്തെ ഒരു 3 മാസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൂൻ്റെ കൂടെ. അപ്പോൾ ആ ഒരു 3 മാസത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. 3 മാസം ഉറങ്ങിയിട്ടില്ല. അമ്മ ഉള്ളത് നല്ല സഹായമായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു 3 മാസം ഇവിടെ. അമ്മ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കഷ്ടപ്പാട്. എന്നെ കുറിച്ച് ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അല്ലേട്ടാ, ഇപ്പോഴും ഉറങ്ങാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ 3 മാസം കഴിഞ്ഞപ്പം തന്നെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എമിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എമിലിൻ്റെ കൂടെയാണ് ഞാൻ നാട്ടിലേക്ക് പോയത്. നേരെ കണ്ണൂർക്ക് പോയി. പിന്നെ ആദ്യത്തെ 3 മാസം എന്ന് പറഞ്ഞാൽ 2 മാസം ഇവിടെ ഉണ്ടായിരുന്നു, അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 മാസം ഞാൻ വിചാരിച്ചു അമ്മയുടെ കൂടെ പോവാന്ന്. പക്ഷെ അപ്പോഴത്തേക്കും അമ്മയുടെ കൂടെ പോകാൻ നമുക്ക് എന്താ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ പാസ്പോർട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനൊരു താമസം വന്നു. കൊച്ചിൻ്റെ പാസ്പോർട്ടിനൊരു താമസം വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം നമ്മൾ എക്സ്റ്റെൻഡ് ആയിപ്പോയി അല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്പ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോയത്. എമിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കൂട്ടാൻ വേണ്ടി. അങ്ങനെ എമിലിൻ്റെ കൂടെ ഞാൻ നാട്ടിൽ പോവുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് കണ്ണൂരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സെപ്റ്റംബർ തൊട്ട് ബാക്കി സെപ്റ്റംബർ, ഒക്ടോബർ,
നവംബർ വരെയും ഞാൻ സിഫയിൽ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എറണാകുളത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് തൈക്കുടത്തായിരുന്നു. അപ്പം കുറേ നാൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഞാൻ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യായിരുന്നു. അപ്പം വീട്ടിൽ പെയിൻറ്റിങ്ങും അതുപോലെ ചെറിയ മോഡിഫിക്കേഷനൊക്കെ നടത്തി. പിന്നെ അപ്പു അന്നേരം ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പുവും റഫേലും പപ്പയും അല്ലേ? ആ പപ്പയും കൂടെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നു. അപ്പം ഒരു നവംബർ വരെ അവിടെ സിഫയിൽ പഠിച്ചു. അതിനുശേഷം ഒക്ടോബറിൽ ഇവൻ്റെ മാമോദിസ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലായിരുന്നു ഇവൻ്റെ മാമോദിസ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മാമോദിസയ്ക്ക് അപ്പു ലീവ് എടുത്ത് വന്നല്ലേ? അപ്പോൾ അപ്പുവിന് അധികം ദിവസം യെസ് നോയും പറഞ്ഞിരിക്കുക. അല്ലടാ കുഞ്ഞപ്പേ, ഒക്ടോബറിൽ മാമോദിസ നടത്തി. എറണാകുളത്ത് വെച്ചായിരുന്നു മാമോദിസ. എല്ലാരും വന്നു. പിന്നെ ടോബിയുടെ മാത്തുക്കുട്ടി ചാച്ചനും വന്നു. അവർക്കും കൂടെ വരാൻ പറ്റുന്ന രീതിയിലായിരുന്നു നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ അമ്മയുടെ ദിനത്തിൻ്റെ ഓർമ്മ ദിനമായിരുന്നു. അപ്പം നമ്മളത് 6-ാം തീയതി അല്ലേ? അതുകൊണ്ട് അതിന് കണക്കാക്കിയിട്ടും കൂടിയാണ് അവർ വന്നത്. അപ്പം അവരും കൂടെ വന്നപ്പോൾ അവരുടെ ഒരു ഇതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ബാപ്റ്റിസം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര കൊതുകാണല്ലോ. പിന്നെ ബാപ്റ്റിസം വെച്ചു. ക്രിസ്ത്യനായി ബാപ്റ്റിസം കഴിഞ്ഞു. പിന്നെ ടോബിക്കുട്ടനും ഷെഫിയും കൂടി ഇവിടെ ജനുവരി ആയപ്പോൾ വന്നു. കുറേ നാൾ കൂടി ഇപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇവൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങനെ ജനുവരി ആയപ്പോൾ ടോബിക്കുട്ടനും സ്റ്റെഫിയും വന്നു. ഞാൻ ടോബിക്കുട്ടനെ കുറേ നാൾക്ക് ശേഷം കണ്ട സന്തോഷത്തിലായിരുന്നു. പക്ഷെ ടോബിക്കുട്ടൻ വന്നിട്ട് ഒരാഴ്ച എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല, കളിക്കുന്നില്ല, പിണക്കത്തിലായിരുന്നോടാ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ഞാൻ തന്നെയാട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് വന്നത് ഞാൻ ജനുവരിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എമിലിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ജനുവരി നമ്മളെപ്പോഴാണ് വന്നത്? ജനുവരി 15-ാം തീയതിയാണ് നമ്മൾ ഫ്ലൈറ്റിന് ടിക്കറ്റൊക്കെ എടുത്തു. ഞാനും കുഞ്ഞും കൂടെ തന്നെ വന്നു. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് അന്നേരം ഒരു അറിഞ്ഞു വരുന്നൊരു പ്രായമായി. എല്ലാ ദിവസവും ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ, ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഒരു പരിചയം കാണിച്ചില്ലല്ലേ? ദൂരെ ഒന്ന് മാറി ചിരിക്കും, എടുക്കാൻ പോകുമ്പോൾ കറച്ച്. ഇപ്പം ശരിയായി. ഇപ്പം പപ്പ തന്നെ. അത് തന്നെ പപ്പ തന്നെ. പപ്പ റഫേലിനാണ് ഇപ്പൊ പേടി. ടോബി വരുമ്പോ റഫേലിനാ പേടി അല്ലേടാ? അയ്യോ എങ്ങോട്ടാ? അങ്ങനെ സംഭവബഹലമായ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടോബി. 1 year old. 1 year old. ഇനി എന്നാ പരിപാടി? നമ്മള് അടുത്ത കൊല്ലം എന്നാ പരിപാടി? അടുത്ത കൊല്ലം എന്നാ പരിപാടി? ചിരിക്കത്തില്ലേ? കണ്ണാടി വരണ്ട. കണ്ണാടി വരും അപ്പം കാണാൻ പറ്റൂല. അമ്മ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടോബിക്കുട്ട. അതങ്ങനെ പോവാ. അവനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ബാപ്പു നടക്കാം. കൂട്ടുകാരുടെ കളിക്കുന്നുണ്ടോടാ? നോക്കിയിടാ അവിടെ നോക്കി അവിടെ കളിക്കുന്നുണ്ടോ അതിൻ്റെ കൂട്ടുകാർ? ഒക്കെ ആകുമ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗി കേട്ടോ. ഇവിടെ പിള്ളേരൊക്കെ കളിക്കും. അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അവിടെ കളിക്കും. ഇവിടെ ഇത്തിരി നേരം ഇരുന്നാലോ? ഈവനിങ് ആകുമ്പോൾ ഒരുവിധം എല്ലാവരും തന്നെ നടക്കാനൊക്കെ ഇറങ്ങും. കുറേ പേര് ഓടുന്നൊക്കെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പം ഒരുവിധം ആൾക്കാരെല്ലാം തന്നെ വൈകുന്നേരം ആകുമ്പം കുട്ടികളാണെങ്കിൽ പ്ലേ ചെയ്യാൻ വരും, വലിയ ആൾക്കാരാണെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും, എന്തെങ്കിലും ഒരു എക്സസൈസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ കാണാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിപ്പുര കൂട്ടുകാരാണോ? ഇനി നമുക്ക് ഞങ്ങളുടെ കൊച്ചു സെലിബ്രേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റിംഗ് ഒക്കെ വരുന്നത്. ചെറിയ ബർത്ത്ഡേയുടെ ലെറ്റേഴ്സൊക്കെ വാങ്ങി ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ നടത്തിയ ചെറിയൊരു ഡെക്കറേഷനും ചെറിയൊരു കേക്ക് കട്ടിങ്ങും ആണിത്. കുഞ്ഞിനെ തിരിച്ചറിവൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്ക് കാര്യമായിട്ട് ആഘോഷിക്കാമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഞങ്ങൾ ചെറിയ ക്യാൻഡിൽ ലൈറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കത്തിക്കുമ്പോൾ തന്നെ തീർന്നു പോയതുകൊണ്ട് നമ്മൾ 2-3 റൗണ്ട് അത് കത്തിച്ചിട്ടുണ്ടായിരുന്നു മര്യാദയ്ക്കൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ക്യാൻഡിൽ ലൈറ്റിംഗ് ഒക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കുഞ്ഞിന് ഇൻട്രസ്റ്റ്. കുഞ്ഞിന് കേക്ക് കട്ട് ചെയ്യാനൊന്നും വലിയ ഇൻട്രസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവൻ്റെ കൈ കൊണ്ട് പിടിപ്പിച്ച് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യിച്ചു. എനിക്ക് കട്ട് ചെയ്യേണ്ടത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു മതി. റാക്സ് ഹോസ്പിറ്റലിലായിരുന്നു ഇവൻ്റെ ഡെലിവറി. അതുകൊണ്ട് തന്നെ റാക്സ് ഹോസ്പിറ്റലുകാർ നമുക്ക് ചോക്കോ ലാലയുടെ ഒരു കേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ കേക്ക്, ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അപ്പോൾ ആ കേക്കും പിന്നെ നമ്മൾ വാങ്ങിയൊരു കേക്കും ഉണ്ടായിരുന്നു. ഈ 2 കേക്കുമായിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 കേക്കും നല്ല അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ക്യാമറയിലും ഫോണിലും ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. കുഞ്ഞിനും നന്നായിട്ട് പോസൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അവനും കേക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ കുറച്ചധികം കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇഷ്ടപ്പെട്ടോ? ഇത്ര കേൾക്കണ്ട, ഇപ്പോൾ വിസ്കിയൊക്കെ ഇട്ടായിരിക്കും. ലൈറ്റൊക്കെ ടോബിക്കുട്ടൻ്റെ ഇപ്പോഴത്തെ മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ കുറച്ച് നേരം അവൻ ലൈറ്റൊക്കെ വെച്ച് കളിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ബൈ ബൈ. ടാറ്റാ.